ആദ്യം ഉഴുന്ന് 6 മണിക്കൂർ കുതിരാൻ വെക്കുക. പിന്നെ കഴുകിയിട്ട് അത് മിക്സിയിലിടുക. അതിൽ മഞ്ഞൾപ്പൊടി, ചെറിയ കഷ്ണം ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് അതിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മിക്സിയിൽ അരക്കുക. അതിനുശേഷം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം കൂട്ടി കലക്കിയിട്ട് കുറച്ച് മൈദ ഇട്ട് കലക്കുക. എന്നിട്ട് അത് പൊങ്ങാൻ വേണ്ടി വെക്കുക. ഒരു 3 മണിക്കൂറിന് ശേഷം അത് എണ്ണയിലിട്ട് നമുക്ക് ചുട്ടെടുക്കാം. മാവ് പൊങ്ങാൻ വേണ്ടി വെച്ച സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി ആക്കാം. അതിന് തേങ്ങ, ഇഞ്ചി, മാങ്ങ, പച്ചമുളക്, ഉപ്പ്, എന്നിട്ട് ഇത് കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായുമ്പോൾ എണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുകിടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഈ തേങ്ങ ഒതുക്കിയതിൽ ഇട്ട് കലക്കുക. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഗോളി ബജിൻ്റെ മാവ് നമുക്ക് അതിലേക്ക് ഇടാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.